ആദർശിന്റെയും നയനയുടെയും നെക്സ്റ്റ് വീക്കിൽ ഒരു അടിപൊളി പ്രോമോ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും കാത്തിരുന്നൊരു മുഹൂർത്തം തന്നെയാണ് നമ്മുടെ ദേവയാനി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നയനയെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു മനോഹരമായ ഒരു പ്രോമോ ആണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ദേവയാനിക്ക് ആകെപ്പാടെ സംശയമാവാണ്. അവളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതൊക്കെ കണ്ടല്ലോ. പോയതിനു ശേഷം മുത്തശ്ശനോടൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അവൾക്ക് എന്താ സംഭവിച്ചേ? അവളെ കനകം അമ്പലത്തിൽ വെച്ച് പിടിച്ചോണ്ട് നടക്കുന്ന ഞാൻ കണ്ടു. ഒരു മാസമായിട്ട് അവൾ ഇങ്ങോട്ട് വരാതിരിക്കാം. എന്തൊക്കെയോ കള്ളത്തരങ്ങളും കാരണങ്ങളും ഉണ്ട്. അച്ഛനും അമ്മയും അവൾക്കുള്ള സ്നേഹസമ്മാനമായിട്ട് അങ്ങോട്ട് പോകുന്നു. ആദർശ് വീട് വാങ്ങിക്കൊടുക്കുന്നു. അനിയാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളെ കാണാൻ വീണ്ടും തിടുക്കപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. എന്താച്ചാ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തുകൊണ്ടാ എല്ലാരും അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? എനിക്കറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിപ്പം അതൊന്നും പറയാനുള്ള നിർവാഹമില്ല. അതൊക്കെ വഴിയേ ഈശ്വരൻ നിന്നെ അറിയിച്ചോളും എന്ന് പറയുന്നുണ്ട്. എങ്കിലും അച്ഛാ എന്നോട് അതൊക്കെ ഒന്ന് പറ എന്ന് പറയുന്നുണ്ട്. ഇല്ല മോളെ, അത് പറയാനുള്ള സമയമായിട്ടില്ല. ഈശ്വരൻ അത് നിന്നെ അറിയിച്ചോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി മുറിയിൽ പോയിരുന്ന് ആലോചിക്കാണ് കേട്ടോ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ ഒക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ആദർശും ജയനും അനിയും അജയനും കൂടി മല ചവിട്ടുന്നുണ്ട് കേട്ടോ. അവര് പോയിട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും അമ്മായിമ്മയും മരുമകളുമായിട്ടുള്ള പിണക്കമൊക്കെ മാറി അവർ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് 4 പേരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്. അതേ സമയത്തിന് ദേവിയാന്റെ മനസ്സിലേക്ക് ഒരു ഉൾവിളി വരികയാണ്. ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാല് സത്യം പറയാൻ സാധിക്കുമല്ലോ. തനിക്ക് കരൾ നൽകി ആരാണെന്നറിയാൻ ഹോസ്പിറ്റലിൽ വരെ പോയാൽ പോരെ എന്ന് ദേവിയാനി ആലോചിക്കുന്നുണ്ട്. അതെ, അച്ഛനും അമ്മയോടും ആരോടും പറയണ്ട. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവളെ ചെന്നിട്ട് അന്വേഷിക്കണം ആരാ എനിക്ക് കരൾ നൽകിയെന്ന്. അങ്ങനെ അറിയാമല്ലോ എന്ന് ഓർക്കാണ്. അങ്ങനെ ദേവയാനി ആരോടും ഒന്നും പറയാതെ അമ്പലത്തിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നഴ്സിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ റിപ്പോർട്ട്സും എനിക്ക് കരൾ ദാനം നൽകിയ പെൺകുട്ടിയുടെ റിപ്പോർട്ട്സ് ഒക്കെ കാണുമെന്ന് പറയുമ്പോൾ അവര് പറയാണ്, സോറി മേഡം, മേഡത്തിന്റെ കാണിക്കാം, പക്ഷേ ഡൊണേറ്ററിനെ കാണിക്കാൻ പറ്റില്ല. ദേവേനി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കണ്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് എന്നെ കാണിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനിയുടെ നിർബന്ധപ്രകാരം ഒരു നിവൃത്തിയുമില്ലാതെ അവര് ആ ഒരു റിപ്പോർട്ട് എടുത്ത് കാണിക്കാണ്. അത് കാണുമ്പോൾ നമ്മുടെ ദേവേനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ശരിക്കും തനിക്ക് കരൾ നൽകിയത് ആ നയനയാണ്. താൻ കാത്തിരുന്ന ആ ഒരു പെൺകുട്ടി, താൻ ജീവനിൽ ഇപ്പൊ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി നയനയാണ്, തന്റെ മരുമകളാണെന്നുള്ള സത്യമൊക്കെ ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആണെന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാ ഇതെല്ലാരും എന്നോട് പറയാതിരുന്നേ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിക്കരയാണ്. എന്താ മേഡം, എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. എന്റെ മരുമകൾ തന്നെയാ എനിക്ക് കരൾ നൽകിയേ, എന്നിട്ട് അവൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആ നഴ്സിനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു കേട്ടോ. നഴ്സ് പറയാണ്, അത് പിന്നെ മേഡം ഞങ്ങളോടും മൂർത്തി സാറും ആദർശ് സാറും ജയൻ സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഡത്തിനെ ഒന്നും അറിയിക്കരുതെന്ന്. അതുകൊണ്ടാ ഞങ്ങൾ പറയാതിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, മേഡത്തിന് ബ്ലഡ് നൽകിയതും ആ പെൺകുട്ടി തന്നെയാ. ആ സമയത്ത് പോലും അവളുടെ ബ്ലഡ് പോലും സ്വീകരിക്കാൻ മേഡം തയ്യാറാവാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അവളാണ് ജീവന്റെ പാതി മുറിച്ചു നൽകിയെന്നറിഞ്ഞാൽ മേഡം ഒരു പക്ഷേ അതിന് സമ്മതിക്കില്ല. മേഡം അതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ കരുതിയിട്ടാ ആരും മേഡത്തിനോടൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ദേവന് പറയുന്നുണ്ട്, എനിക്ക് ജീവൻ നൽകി എന്റെ ജീവന്റെ ഭാഗത്ത് നൽകി സഹായിച്ച എന്റെ മരുമകളാണെന്ന് അറിഞ്ഞാല് അവളോട് എനിക്ക് സ്നേഹം കൂടുകയല്ലേ ഉള്ളൂ. ഇവരൊക്കെ എന്താ എങ്ങനെ ചിന്തിച്ചത്? ഇത്രയും കാലം കഴിഞ്ഞ 1 മാസമായിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓടി നടക്ക, ആരും എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് മേഡം കാരണം. എന്തായാലും ഇനി ഇതൊക്കെ മാറിയല്ലോ, എല്ലാരും പരസ്പരം മനസ്സിലാക്കിയല്ലോ മേഡം, അത് തന്നെയാണ് വേണ്ടത്. ആ പെൺകുട്ടിയോട് എല്ലാവരും പറഞ്ഞതാ ബോഡി വീക്കാ, ബ്ലഡ് കൊടുക്കണ്ട, കരൾ നൽകണ്ടെന്നൊക്കെ. പക്ഷെ ആ പെൺകുട്ടി സമ്മതിച്ചില്ല. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമായി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടിരിക്കും ചോദിച്ച് ആ പെൺകുട്ടിയാ മേഡത്തിന് കരൾ നൽകിയേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ വെച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ശേഷം ഡോക്ടറെ കാണാനായിട്ട് പോവാണ്. ആഹാ, ദേവയാനിയോ? എന്താ ദേവയാനി, ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലേ? ഇപ്പൊ നല്ല സുന്ദരി ആയല്ലോ, എല്ലാ ക്ഷീണവും മാറിയില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കാണ്. ദേവനി കയറി ചെന്നിട്ട് പറയാണ്, അതെ ഞാൻ ഓക്കെ ആയി, ഇപ്പൊ ഞാൻ പൂർണ്ണമായും ഓക്കെ ആയി, എന്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്താ ദേവയാനി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാണ്. അല്ല ഡോക്ടർ, എനിക്ക് കരൾ നൽകിയത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു പെൺകുട്ടി. ആദർശൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ആദർശും ജയേട്ടനും അച്ഛനും അമ്മയും ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ മേഡം എന്ന് പറയുമ്പോൾ വേണ്ട, ഡോക്ടർ ഉരുണ്ട് കളിക്കണ്ട. നേഴ്സിന്റെ അടുത്ത് പോയി ഞാൻ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചു. എന്റെ മരുമകൾ തന്നെയാണല്ലേ എനിക്ക് കരൾ നൽകിയത്.
അതെന്തുകൊണ്ടാണ് എല്ലാവരും പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. മേഡം, പലതവണ ഞാൻ ആദർശിനോടും ജയനോടൊക്കെ പറഞ്ഞതാ മേഡത്തിനോട് പറയാനായിട്ട്. പക്ഷേ അവരാരും സമ്മതിച്ചില്ല. അറിഞ്ഞാല് അമ്മയ്ക്ക് പ്രഷർ കൂടും, അമ്മയ്ക്ക് ആരോഗ്യസ്ഥിതി വഷളാവുന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അവരൊന്നും പറയാതിരുന്നതാ. പലതവണ മേഡം അവളെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ കുട്ടിയുടെ നന്മ മറ്റാർക്കുമില്ല. മേഡം ആ കുട്ടിയെ അങ്ങനെയൊന്നും പറയരുതെന്ന്. ദേവേനി പറയാണ്, അവർക്കെല്ലാം തെറ്റുപറ്റിയതാ. എനിക്ക് കള്ളു നൽകി ജീവന്റെ പാതി പകുത്തു നൽകിയത് അവളാന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ പഴിക്കില്ലായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കാണ്. ശരിയാ മേഡം, ഞാനത് ഓർത്തതാ. പക്ഷെ ആ സമയത്ത് മേഡത്തിന്റെ ബിഹേവിയറും നയനോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ടാണ് ഞങ്ങളും പറയാതിരുന്നേ എന്നൊക്കെ ഡോക്ടറും പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എന്നാ ശരി ഞാൻ പോവാ, എനിക്കെന്റെ മരുമകളെ കാണണം, അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അതാ മേഡം, നല്ല തീരുമാനാ. ആ പെൺകുട്ടി ഇപ്പം വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പം അതെ, അവളുടെ വീട്ടിലാ. ഇതുപോലൊരു മരുമകളെ കിട്ടാൻ മേഡം പുണ്യം ചെയ്യണം. ആദ്യം തന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയില്ലേ ഏറ്റവും ഇളയ മരുമകൾ, ആ കുട്ടിയോട് പറഞ്ഞതാ. അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്ക് പറ്റില്ല, പേടിയാന്നൊക്കെ. ആ സമയത്ത് ധൈര്യപൂർവ്വം മറ്റാരും അറിയണ്ടെന്ന് പറഞ്ഞ് അന്ന് ബ്ലഡ് നൽകിയത് നയനയാ. നിങ്ങളുടെ 2 പേരുടെയും നിങ്ങളുടെ 3 പേരുടെ ബ്ലഡ് ഗ്രൂപ്പും സെയിം ആയിരുന്നു. അതിനുശേഷം കരള് നൽകുന്ന കാര്യം പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മറ്റാരും അന്വേഷിക്കേണ്ട, അതിന് ഞാനിവിടെ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനെയും അമ്മയും പോലും അറിയിക്കാതെ ആ പെൺകുട്ടിയാ കരള് ദാനമായി നൽകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ ഡോക്ടറെ, ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ ഭർത്താവും മകനും സഹോദരങ്ങളും ഒക്കെ ഇപ്പൊ മല ചവിട്ടി കാണും. അവരുടെ പ്രാർത്ഥന കൊണ്ടാ ഈ നിമിഷം ഞാനിത് അറിയാൻ സാധിച്ചത്. എൻ്റെ ഭർത്താവും മകനുമൊക്കെ ഇത്തവണ മല ചവിട്ടുന്നത് അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവർ സ്നേഹത്തോടെ ഒത്തുപോകാനാ. എന്തായാലും അവരുടെ പ്രാർത്ഥന ഫലിച്ചു. ഈ സമയത്ത് എനിക്കിത് അറിയാൻ സാധിച്ചത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്നും ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് പോവാണ്. അവള് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, മറ്റൊന്നും ചിന്തിക്കാതെ നേരെ നന്ദാവനത്തിലേക്ക് പോവാണ്. ഇവളെ കണ്ട പാടെ എല്ലാവരും അങ്ങ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇനി എന്തിനുള്ള വരവാണോ എന്ന് കനകം പോലും ചിന്തിച്ചു പോവാണ്. അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന നയനടുത്തേക്കാണ് അവൾ ഓടിച്ചെല്ലുന്നത്. നയനെ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, എനിക്ക് പനി മതി, എന്നോട് കള്ളത്തരം പറഞ്ഞതൊക്കെ മതി എന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് കനകവും ഗോവിന്ദനും നന്ദുവൊക്കെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, അല്ല നയനക്ക് എന്താ സംഭവിച്ചേ? അത് പിന്നെ മോക്ക് പനിയാ എന്ന് കനകം പറയുമ്പോൾ മതി, എല്ലാവരും കൂടി കള്ളത്തരം പറഞ്ഞ് എന്നെ ഒരു മന്ദബുദ്ധിയാക്കിയതൊക്കെ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ഇവർ ഓർക്കാണ്, ഈശ്വര, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ദേവയാനി ആകെപ്പാടെ കലിപ്പിലാണ് വന്നിരിക്കുന്നത് എന്ന് ഓർക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി നായരുടെ അരികിലേക്ക് ഒന്ന് ചോദിക്കാണ്, ഒരു തവണയെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറഞ്ഞൂടായിരുന്നോ ജീവന്റെ പാതി പകത്ത് നൽകിയത് നീയാണ്, എന്റെ മരുമകളാണെന്ന് ഒന്ന് പറഞ്ഞൂടായിരുന്നൊക്കെ ചോദിക്കാണ്. അത് പിന്നെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ലല്ലോ. ഇത് ചെയ്ത് ഞാനെന്നറിഞ്ഞ ഒരുപക്ഷെ അമ്മയ്ക്ക് അസുഖം കൂടിയാലോന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ ആരും ഒന്നും അറിയിക്കാഞ്ഞേ. അനിയും എന്നെ കാണാൻ വന്നോണ്ടിരുന്നത് ഇതുവേണ്ടി തന്നെയാ, അല്ലാതെ നന്ദുനെ കാണാൻ വന്നതല്ല. അച്ഛനും മുത്തശ്ശിയും അച്ഛനും കൊച്ചച്ഛനും അതുപോലെ ആദർശനും ഒക്കെ എന്നെ കാണാൻ വരുന്നത് ഇതുകൊണ്ടാ. നവിയച്ചയ്ക്കും അറിയാം എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി, എനിക്കും ജലജയ്ക്കും ജാനകിക്കും അനാമിക്കും മാത്രമാ ഒന്നും അറിയാതിരുന്നതല്ലേ. എങ്കിലും എന്റെ പൊന്നുമോളെ, ഇനി നിന്നെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊരു വാശി ഉണ്ടായിരുന്നല്ലോ, അമ്മായിമ്മ ഒന്ന് വിളിച്ചാൽ മാത്രമേ നീ വരുവുള്ളെന്ന്. ഞാനിപ്പോ പൂർണ്ണ മനസ്സോടെ നിന്നെ എന്റെ മരുമകളായിട്ട് രണ്ടാമതൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി ക്ഷണിക്കാണ്. എന്റെ കൂടെ വരുവോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നയനെ പറയുന്നുണ്ട്, ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ലെന്ന് പറയുമ്പോഴേക്കും കനകം പറയാണ്, അയ്യപ്പ ദർശനത്തിന് പോയ അയ്യപ്പന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത്, അവർ മല ചവിട്ടിയ സമയമാണിത് എന്നൊക്കെ അവർ പറയാണ്. ദേവേനി പറയുന്നുണ്ട്, ആരും ഒന്നും പറയാതിരുന്നപ്പോ ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് റിപ്പോർട്ടൊക്കെ നോക്കി മനസ്സിലാക്കിയതാണ് എന്ന് പറയാണ്. എന്നിട്ട് ദേവേനി നായനോട് ഒരുപാട് ക്ഷമ ചോദിക്കാണ്. എന്നോട് ക്ഷമിക്കണം മോളെ, ഇത്രയും കാലം മോളെ ഒരുപാട് ദ്രോഹിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, സത്യങ്ങളൊക്കെ ഇത്രയും മോളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എന്റെ മകന്റെ ഭാര്യയായിട്ട് എല്ലാവരും കൂടി കബളിപ്പിച്ച് കൊണ്ടുവന്നതിന്റെ ഒരു ദേഷ്യവും അമർഷവും ഒക്കെ ആയിരുന്നു. ഈ സമയത്ത് എനിക്കിതെല്ലാം അറിയാൻ സാധിച്ചല്ലോ. എന്റെ മോളുടെ മനസ്സിന്റെ നന്മയും നിന്റെ വീട്ടുകാരുടെ ഈ ഒരു നന്മയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട്, ഇവിടെ നീ ഇവിടെ നിൽക്കേണ്ടത് ഇവിടെ അല്ല, അനന്തപുരി കൊട്ടാരത്തിലാ. നീയാണ് അവിടുത്തെ മൂത്ത മരുമകൾ, അതിനർത്ഥം അവിടുത്തെ അവകാശിയും മൂത്ത മരുമകൾ സ്ഥാനവും അധികാരവും എല്ലാം നിനക്കുള്ളതാണ് എന്നൊക്കെ ദേവയാനി
നയനോട് പറയുമ്പോൾ നയനെ പറയാണ്, അമ്മേ എനിക്കതൊന്നും വേണ്ട, എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ദേവയാനി അവളെ പോകാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ദേവയാനിയുടെ കൂടെ നയന പോവാണ് കേട്ടോ. ഈ ഒരു സംഭവം ആദർശോ വീട്ടുകാരോ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ബമ്പൻ സർപ്രൈസുമായിട്ടായിരിക്കും ദേവയാനി നമ്മുടെ നയനയും കൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ അതെന്തായാലും നെക്സ്റ്റ് വീക്കേ കാണുള്ളൂ. അപ്പൊ അതിന്റെ റിവ്യൂസ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.